ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആയിരുന്നല്ലോ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷനിൽ ഈ അക്കൗണ്ടിങ് റിസൾട്ടും ഇൻഫോർമേഷൻസും ഒക്കെ നമ്മൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ഷെയർ ചെയ്യും എന്നുള്ളത് അല്ലേ. ഓക്കെ, അതുതന്നെയാണ് ആർക്കൊക്കെയാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. സിംപ്ലി യൂസേഴ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഇൻറ്റേർണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇത് പേര് പോലെ തന്നെയാണ്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഉള്ളിലുള്ള വ്യക്തികളും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് കമ്പനിയുടെ പുറത്തുള്ള വ്യക്തികളുമാണ്. അപ്പം നമുക്ക് ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇൻറ്റേർണൽ യൂസേഴ്സ് ആരൊക്കെയായിരിക്കും? ഓണേഴ്സ് ഉണ്ടായിരിക്കും, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ എംപ്ലോയീസ്. ഇങ്ങനെ മൂന്നായിട്ടാണ് മെയിൻലി ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ യൂസേഴ്സ് വരുന്നത്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയായിരിക്കും? ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ബാങ്ക് ഉണ്ടായിരിക്കും, ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ് ഉണ്ടായിരിക്കും, അതുപോലെ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓണേഴ്സ്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണി ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികളെയാണ് ഓണേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു കമ്പനിയിൽ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് അറിയാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അതുതന്നെയാണ് താൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓണേഴ്സ് അക്കൗണ്ടിങ് നോക്കുന്നത്. സെക്കൻഡ് വൺ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജർ. മാനേജർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കമ്പനി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള വ്യക്തി ആരാണോ അദ്ദേഹമാണ് മാനേജർ. നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മാനേജർ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ മാനേജർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് ഇൻഫോർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? അദ്ദേഹമാണ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കർ. മാനേജറാണ് ഒരു ഫേമിൻ്റെ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് ഇൻഫോർമേഷൻ്റെ ബേസിലാണ് അദ്ദേഹം വ്യത്യസ്ത തരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. കാരണം അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻ്റെ ബേസിലാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരിക. സോ ഇത്രയേ ഉള്ളൂ. ഒരു ഫേമിൻ്റെ ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ്റെ ബേസിലാണ് ഒരു കമ്പനീൻ്റെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും എല്ലാം വരുന്നത്. സോ ഈ ഒരു അക്കൗണ്ട് ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് എംപ്ലോയീസ് ആണ്. അതായത് ആ ഒരു കമ്പനിയുടെ വർക്കേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികൾ എന്നൊക്കെ പറയാം. ഒരു ഫേം എടുക്കുമ്പം അത് വർഷം തോറും വളർന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2020 ഒരു പ്രോഫിറ്റ് ഒരു 1 lakh ആണെന്ന് വിചാരിക്കുക. അത് 2023 ആയിരുന്ന സമയത്തായപ്പോഴത്തേക്കും അതൊരു 4 ലക്ഷമായി വിചാരിക്കുക. 2024 ആയപ്പോഴത്തേക്കും അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ട് ഒരു 7 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഈ ഇത്രയും വർഷം, അതായത് 2020 മുതൽ 2024 വരെ എടുത്ത് നോക്കുന്ന സമയത്ത് കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഈ 4 വർഷത്തോളമായിട്ട് അവരുടെ സാലറി ഒരു 12,000 ആണെന്നുണ്ടെങ്കിൽ, 12,000 ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഓണേഴ്സിനോട് ആവശ്യപ്പെടും അല്ലേ. കാരണം ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനിയിൽ കണ്ടിന്യൂ ആയിട്ട് സെയിം സാലറി കിട്ടിയാൽ അവർ റിയാക്ട് ചെയ്യില്ലേ? സാർ എൻ്റെ സാലറി ഒന്ന് കൂട്ടിത്തരണം, അല്ലെങ്കിൽ എനിക്ക് ബോണസ് സ്കീമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അലവൻസ് പോലുള്ള ഹോസ്പിറ്റൽ അലവൻസ് പോലുള്ള കാര്യങ്ങൾ, ഇത്തരം ഫെസിലിറ്റീസൊക്കെ ഓണേഴ്സിനോട് അവർ ഡിമാൻഡ് ചെയ്യുന്നത് ഈ ഒരു അക്കൗണ്ട്സ് ചെക്ക് ചെയ്തിട്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സാലറി അല്ലെങ്കിൽ വേജ് ഒന്ന് ഉയർത്തി തരണം, അല്ലെങ്കിൽ ബോണസ് വേണം, അല്ലെങ്കിൽ ബോണസ് നൽകണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസ് റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു ബിസിനസ്സിൻ്റെ എബിലിറ്റി ചെക്ക് ചെയ്തിട്ടായിരിക്കും. അതിനവർക്ക് ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് യൂസ്ഫുള്ളാണ്. ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞാൽ പേര് പോലെ തന്നെ ആ ഒരു ബിസിനസ്സിൽ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുക. അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള വ്യക്തി, അവരെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് സേഫാണോ എന്നറിയാൻ വേണ്ടിയിട്ട്
ആ ഒരു കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ബാങ്കാണ്. ഒരു കമ്പനി ലോണിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിനെ സമീപിക്കുമ്പം ആ ബാങ്ക് തീർച്ചയായിട്ടും അവരുടെ അക്കൗണ്ട്സ് ചോദിക്കും. കാരണം അവരുടെ പ്രോഫിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ്റെ ബേസിലാണ് ഒരു ബാങ്ക് അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലോണിൻ്റെ ഒരു സേഫ്റ്റി ഉറപ്പ് വരുത്താനും അതുപോലെ തന്നെ അതിൻ്റെ തിരിച്ചടവ് ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ടാണ്. സോ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കേസിലാണ് നോർമലി ബാങ്ക്സ് ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്ററാണ്. അതായത് ഒരു കമ്പനി സാധനം കടമായിട്ട് വാങ്ങുന്ന സമയത്ത് ഈ കടം തന്നിട്ടുള്ള വ്യക്തിയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഫേം ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വിചാരിക്കുക. ആ സമയത്ത് ബിക്ക് ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പം ബി എന്ന് പറയുന്ന വ്യക്തിയാണ് ക്രെഡിറ്റർ. കാരണം അയാളാണ് നമുക്ക് കടമായിട്ട് സാധനം തന്നിട്ടുള്ളത്. സോ ഇത്തരം കേസസിൽ ക്രെഡിറ്റർ സാധനം നമുക്ക് കടമായിട്ട് തരണമെങ്കിൽ അവർ നമ്മളുടെ പ്രോഫിറ്റ് ചെക്ക് ചെയ്യും. പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ഫേമിന് മാത്രമേ ക്രെഡിറ്റർ കടം കൊടുക്കുകയുള്ളൂ. കാരണം പിന്നീട് ക്യാഷ് തിരിച്ച് കിട്ടുമോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. സോ ഒരു ക്രെഡിറ്റർ അവരുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്, അതായത് ഒരു ഫേമിൻ്റെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ചെക്ക് ചെയ്യും. കാരണം ആ ഒരു ഫേമിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൗണ്ട്നെസ് അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് ഗവൺമെൻറ് ആണ്. അതായത് ടാക്സ് മാറ്റേഴ്സിൻ്റെ കേസിലാണ് ഇത് വരുന്നത്. ഈ ടാക്സ് ഫിക്സ് ചെയ്യുന്നത് ആ ഫേമിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അക്കൗണ്ട്സും ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ ടാക്സ് ലാബിലിറ്റി വിലയിരുത്തുന്നത് അവരുടെ അക്കൗണ്ട് ഇൻഫോർമേഷൻസ് ഗവൺമെൻറ് ചെക്ക് ചെയ്തിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ടാക്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അവരുടെ അക്കൗണ്ട് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യാറുള്ളത്. ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഫേമോ ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ടിനെയാണ് ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് വരുന്നത് കസ്റ്റമേഴ്സാണ്. അതായത് അവരുടെ അക്കൗണ്ട്സ് ഒന്നും ചെക്ക് ചെയ്യില്ല, പക്ഷേ ബിസിനസ്സിൻ്റെ ക്രെഡിബിലിറ്റി നോക്കും. നമുക്കറിയാം കസ്റ്റമേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേമിൽ നിന്നൊക്കെ സാധനങ്ങൾ കൂടുതൽ വാങ്ങുള്ളൂ. സോ അവർ നോക്കുന്ന എന്തിനാണ് ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ആയിട്ട് ആ പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകും. ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ്സിൻ്റെ ക്രെഡിബിലിറ്റി നോക്കും. സോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ യൂസേഴ്സിനെയാണ്. ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു.